എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പറഞ്ഞ 373 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 380 വരെയാണ് നമ്മൾ പറഞ്ഞത്. 2 മിനിറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ അവിടെ വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആരാണെങ്കിലും മാറി ചിന്തിക്കും. പക്ഷെ നമ്മൾ 380 അവിടെ കിടക്കുന്നത് കൊണ്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ മനസ്സിൽ കണ്ടത് കൊണ്ടുമാണ് നമ്മൾ വീണ്ടും അത് ഹോൾഡ് ചെയ്ത് ബാക്കി പിടിച്ചു. അപ്പോൾ 2 ഡോജി ക്യാൻഡിൽ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. 377 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. $378.35 മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ 380 എന്ന് പറയുമ്പോൾ 380 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെ 400 ഭാഗത്തേക്ക് പോകേണ്ടി വരും. 375, 380, ഇനിയുള്ളത് 390 ആണ്. അല്ലെങ്കിൽ അടുത്ത കൺസോളിഡേഷൻ സോണുള്ള ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതായത് 382 ഒരു കൺസോളിഡേഷൻ സോണാണ്. നമ്മൾ ഏകദേശം സേഫായിട്ടുള്ളത് 375, 380 ആണ് നമ്മൾ സേഫായിട്ടുള്ള ഒരു സോൺ മനസ്സിലാക്കി വെച്ചത്. 75, 78 ഇപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 5 മിനിറ്റിൻ്റെ നിലവിൽ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ 126, 70 ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ എന്തായി, ഒരു ബൈ നേരത്തെ എടുത്തതാണ്. നേരത്തെ ഒരു ബൈ എടുത്തിട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വരും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാനത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എക്സിറ്റ് ചെയ്തു. ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് അടിച്ചപ്പോഴത്തേക്കും അത് ആവറേജിങ്ങിന് വേണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ആവറേജിങ് മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് എത്രത്തോളം വരുമോ അത്രത്തോളം വരട്ടെ. അത് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിലാണ് ആവറേജിങ്ങിന് വേണ്ടി ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ 375 ആണ് ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തതും 375 ആണ്. ആ 375 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അത് പാർട്ട് 1 വീഡിയോയിലാണ്. പാർട്ട് 1 വീഡിയോൻ്റെ ലാസ്റ്റാണ്. അടുത്ത വീഡിയോയിൽ പാർട്ട് 1 വീഡിയോയുടെ സെക്കൻഡ് വീഡിയോയുടെ ഫസ്റ്റ് ലെവല് ആ സീല് ബാക്കി പത്രം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവറേജിങ് പൊസിഷനിലേക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഡയറക്ഷണൽ ട്രേഡ് കഴിഞ്ഞു, ഇത് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തത്.
നമ്മളത് ആദ്യത്തേതൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് താഴത്തുനിന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഇതവിടെ അങ്ങനെ കിടക്കട്ടെ, ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്തത് 122 റേഞ്ചിൽ നിൽക്കുന്ന സ്ട്രൈക്കാണ്. അത് ഞാൻ ക്ലോസ് ചെയ്യാണ്, കാരണം ഡെൽറ്റ വാല്യൂ തീരെ കുറവാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാൻ പോകുന്നത് 24,300ൻ്റെ സിയുടെ സ്ട്രൈക്ക് എടുത്തിട്ടാണ് ഞാൻ അത് ബൈ എടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ സ്ട്രൈക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഇത്തിരി മൂവ്മെൻറ്റും നമുക്ക് പെട്ടെന്ന് പോയിൻ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഡെൽറ്റ വാല്യൂ കുറവുള്ളതാണ്. അപ്പോൾ അത് മറ്റേ സ്ട്രൈക്ക് മാറ്റി അടുത്ത സ്ട്രൈക്ക് സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. SMA ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ പാർട്ട് 1 പറഞ്ഞ രീതിയിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതൊന്ന് അനലൈസ് ചെയ്യട്ടെ. അതായത് ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ലോവിലേക്ക് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ലോവിൽ വന്നിട്ട് മാർക്കറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 175 എന്നുള്ള ലെവലിൽ നമ്മൾ ഇറങ്ങിയതിൻ്റെ റീസൺ. നമ്മൾ ഓൾറെഡി ഈ ഡൗൺ ആയപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ ലെവലിൽ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടാർഗറ്റാണ് 175 നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്. ഇനി ഇത് തിരിച്ച് സിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര താഴത്തോട്ട് പോയോ അത്ര മുകളിലോട്ടൊക്കെ മാർക്കറ്റ് വന്ന ചരിത്രങ്ങളുണ്ട്. അത് ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയും. സാധനം എവിടെ വന്നോ അവിടെ വന്നിട്ട് അതിൻ്റെ മേളിൽ പോയിട്ടായിരിക്കും വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മൂവ്മെൻ്റാണ് ഇന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് എത്ര ഇറങ്ങിയോ അത്രയും കയറി SMA ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ, അതായത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രോസ് നമ്മളെങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി 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 ഈ ഒരു 24,442 വരെ വൈകുന്നേരം വരെ ഈ ഒരു ഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. അപ്പോൾ ആ സമയം കൊണ്ട് SMA ഇവിടം വരെ എത്താം. അത് ഫസ്റ്റ് സെനാരിയോ. സെക്കൻഡ് സെനാരിയോ, നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് കറങ്ങി തിരിഞ്ഞ് ഗ്യാപ്പ് ഫില്ലോട് കൂടി 24,555 മാർക്കറ്റ് പോയി നിൽക്കാം. അത് സെക്കൻഡ് സെനാരിയോ. ഇതാണ് നമ്മളിനി പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിനിടയ്ക്കുള്ള ഒരു മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 380 ടച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ചിലപ്പോൾ ഒരു അടി മുകളിലേക്ക് അടിച്ചേക്കാം, എന്നിട്ടായിരിക്കും താഴത്തോട്ടാവുന്നത്. സ്റ്റിൽ RSIയിൽ ഒരു മടക്ക് സിയിൽ വന്നിട്ടേ ഉള്ളൂ. അത് ക്രോസ് ഓവർ ചെയ്ത് കയറിയാൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി പിയിലേക്ക് താൽക്കാലികമായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി കണ്ണ് മുഴുവൻ കുറച്ച് നേരം സിയിലേക്കായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് 372 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ RSIയുടെ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് ഹൈ വോളിയം ജനറേറ്റഡ് ക്യാൻഡിൽസ് ആവാം. 380 എന്നുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 478 പോയിൻ്റ് അല്ലെങ്കിൽ 510 രൂപ നമുക്ക് സിയിൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ആ 510ൻ്റെ കുറച്ചെങ്കിലും ഇരട്ടി നമുക്ക് പിയിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ഹോൾഡിങ്ങിന് വേണ്ടി സി പിടിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ പിയിൽ പ്രോഫിറ്റ് എടുക്കായികയൊന്നുമില്ല. കാരണം നമ്മൾ 380 എന്നുള്ള ലെവലും RSI ക്രോസ് ഓവർ ആയതിനു ശേഷം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും RSI ക്രോസ് ഓവറിന് ശേഷം അത് ഗ്രീനിലേക്ക് പിയുടെ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്യാൻഡിലിന് രണ്ട് രീതിയിലുള്ള ക്യാരക്ടറാണ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി. ഒന്ന് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോവുക, അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ കൂട്ടത്തിൽ താഴത്തോട്ട് പോരുക. ഈ ഒരു പ്രതിഭാസം കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ സിയിലെടുത്താലും നമ്മളത് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. റോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. പക്ഷേ പിയിൽ ആ ഒരു 393 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അത് മേജറായിട്ട് പോകാനുള്ളത് 395 400 ഭാഗത്തേക്കാണ്. കാരണം നമുക്ക് RSIയുടെ ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല.
റെഡിലേക്ക് കയറിയിട്ടില്ല. അത്രയും സമയം മാർക്കറ്റ് പിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. 395 ഒരു കൺസോൾട്ടേഷൻ നമ്മൾ പറഞ്ഞത് ഏതാണ്ട് ഈ ഒരു ഭാഗത്താണ്. ഇനി മേജറായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 410. നമ്മളിനി ഇത് എപ്പോഴാണ് ആവറേജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ താഴത്തോട്ട് പോയാൽ മാത്രം ആവറേജ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഈ 410 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ പോകാനുള്ളത് 424. RSI ഗ്രീനിലേക്ക് എത്തുന്നത് വരെ 410 എന്നുള്ള ലെവലിന് പോസിബിലിറ്റി ഉള്ളതാണ്. പിന്നെ 395 കൺസോളിഡേഷനും ഇവിടെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് മാർക്കറ്റ് ഫില്ല് ചെയ്തത്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഈ ക്രോസ് ഓവറിന് ശേഷം അത് ഗ്രീനിലേക്ക് കയറുമ്പോൾ ഹൈ വോളിയം ജനറേറ്റഡ് ക്യാൻഡിലായിരിക്കും മാർക്കറ്റ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അതേപോലെ 410 എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 410 411 പോയിൻ്റൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങും അതേപോലെ തന്നെ പാർട്ട് 1 വീഡിയോയിൽ എന്താ പറയണ്ടേ 700-ൻ്റെയൊക്കെ ലെവല് ഭാവിയിലേക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മൾ വിഷയമാക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞൊരു മെയിൻ പോയിൻ്റ്, താഴത്തുനിന്ന് മെജോറിറ്റി പോർഷൻ കൊടുക്കുക, ശേഷമുള്ളത് ഒരു 21 പോയിൻ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. RSI ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്നത് വരെ കയ്യും കെട്ടിയിരിക്കാൻ പറഞ്ഞാലും 180 280 380 420 30 റേഞ്ച്, അതായത് 180 പോയിൻറ്റിൻ്റെ റൈഡാണ് അവിടെ നടന്നേക്കുന്നത്. അപ്പം നമ്മൾ പിയിൽ സിംഗിൾ ലോട്ട് ഹോൾഡാണ്, അത് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പിയിൽ എടുക്കില്ല എന്ന് നമ്മൾ വാശി പിടിക്കാതിരിക്കേണ്ട കാര്യങ്ങളുമില്ല. മാക്സിമം ടിപ്പടിക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 489 506. ഈ ഒരു ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുമ്പോൾ റിജക്റ്റ് അടിക്കാനുള്ള ഇനിയൊരു ഏരിയ ഇവിടെ ചെറിയ ചെറിയ പൊടിയ ഗ്യാപ്പുകളുണ്ട്. അതിൽ മാക്സിമം ഫസ്റ്റ് മാക്സിമൈസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 460. അതുക്കും മേലെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹിറ്റിംഗ് ഏരിയ 486. തേർഡ് ഹിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ 505. മാക്സിമം പോയാൽ അവിടം വരെ. ഇപ്പോൾ 505-ലെത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ RSI ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുക, ആ സമയത്തായിരിക്കണം ഇതിൻ്റെ എക്സിറ്റും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആവറേജിങ്ങും നടക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ സെക്കൻഡ് ലെവൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 466. ഇപ്പോൾ 466-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലെവല് മാക്സിമം 504 മാർക്കറ്റ് അടുത്തത് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ലെവൽ. ഇപ്പോൾ 474 എന്നുള്ള ആ ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ 509 ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ 491 ആയിട്ടുണ്ട്, 485 ആയിട്ടുണ്ട്. 511 ഒരു ടിപ്പ്. 506 ഈ ഒരു വിക്കിൻ്റെ ഹൈ പൊസിഷൻ, ആ ലെവലും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോണത് 560-ലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ 100 200 380 നിന്ന് 480 വരെ 100 പോയിൻറ്റ്സാണ് മാർക്കറ്റിൽ റൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 100 പോയിൻറ്റ്സിൽ നമുക്ക് കിട്ടുന്ന പോയിൻറ്റും ഓപ്പോസിറ്റ് ഇവിടെ സിംഗിൾ ലോട്ടിൽ ആവറേജ് ചെയ്തിരിക്കുന്ന പോയിൻറ്റും തമ്മിൽ ആന ആടും പോലെ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഇപ്പോഴും 1424 രൂപയാണ് മൈനസ് ആയിട്ടിരിക്കണേ. അവിടെ 180 എന്നുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ താഴത്തെ 21 പോയിൻറ്റിൽ ലോക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റ് 280 നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. 380 480 200 പോയിൻ്റാണ് പിയിൽ
മാർക്കറ്റിൽ മൂവ്മെൻ്റ് ആയിട്ടിരിക്കണേ. നമ്മൾ പറഞ്ഞു ഈ RSI ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ക്യാൻഡിൽസിന് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഓൾമോസ്റ്റ് ലെവലൊക്കെ ഫില്ല് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് അതിൻ്റെ ഹൈ. അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഫാളായാൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. നമ്മൾ മാക്സിമം ഉദ്ദേശിച്ചത് 505 ഏകദേശം ഒരു കണക്ക് 505 ആ ഒരു ലെവലാണ്. അതുക്കും മേലോട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോയി നിൽക്കുന്നത് 555 അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു ലോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഇൻ കേസ് അത് കയറിപ്പോയി എന്ത് ചെയ്യും? നമ്മുടെ ആവറേജ് എൻട്രി പ്രൈസ് 221 നിൽക്കുന്നത്. ഞാൻ ഒരു ബൈയിൽ അത് ആവറേജ് ചെയ്തപ്പോൾ 194 വന്നു. അതെന്ത് ചെയ്തു? ഒരെണ്ണം കൂടെ ആവറേജ് ചെയ്തപ്പോൾ അതിൻ്റെ എൻട്രി എവിടെ നിന്നു? 185 ഭാഗത്തേക്ക് വന്നു. ഇനി ആ 185 ഭാഗത്തേക്ക് മുട്ടുമ്പോൾ എക്സിറ്റ് ചെയ്താലും നമുക്ക് ലാഭമാണ്. കാരണം മാക്സിമം നമ്മൾ പീയിലെ റൈഡ് നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് താഴത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു ലോ താഴത്തേക്ക് വന്നേക്കാം. അങ്ങനെ ലോ വരികയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പിയുടെ ഹൈ ബ്രേക്ക് ചെയ്ത 506 ഭാഗത്തേക്കുള്ള ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ നമുക്കവിടെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊരു പ്ലാൻ ബി ആണ്. RSI ഇപ്പോഴും ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ, റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ ഡയറക്ഷണൽ ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു, മറു സൈഡിൽ പെട്ടുപോയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിലേക്ക് ചെറിയൊരു വലിവ് വരും. ആ വലിവ് 156 താഴത്തോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ ഇതിൽ റീടെസ്റ്റ് അടിക്കാനുള്ള ഒരു ഏരിയ 175 ആണ്. 175ൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് സിയുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം 506 മാർക്കറ്റ് പിയുടേത് മൂവ് ചെയ്യാനായിട്ടുണ്ട്. ആ മൂവിങ് അങ്ങോട്ട് നടക്കുമ്പോൾ സിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു ലോ വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പരസ്പരം രണ്ടും ടാലി ആക്കണം. അതായത് പിയുടെ മൂവ്മെൻറ്റ് ഇപ്പോൾ കാണുന്ന പ്രൈസ് ലൈനിനനുസരിച്ചിട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സിയിൽ മൂന്നാമത്തെ ക്യാൻഡിലിന് മുമ്പിലുള്ള ലോ കറക്റ്റ് ചെയ്യണം. എത്ര വരെ പോയി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 505 വരെ പോയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 506 കൾസർ വെച്ചിട്ട് പറഞ്ഞെങ്കിലും മാർക്കറ്റ് 505 വരെ പോയിട്ടുണ്ട്. ഇനി 505ൻ്റെ മേളിലോട്ട് ഒരു ഡംപ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും? നല്ല രീതിയിൽ 555 ഒരു മൂവ്മെൻ്റ് ആയിരിക്കും പോണേ. 555 അത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര രൂപയുടെ ഷോർട്ടേജ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു 2 ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാനുവലി ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 2 ലോട്ട് നമ്മളവിടെ സെല്ല് ചെയ്തു. കാരണം മറ്റേതിൻ്റെ മൂവ്മെൻറ്റ് മേ ബി 555 പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പോയിൻ്റ് പിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 555 ഒരു കൺസോളിഡേഷൻ സോണാണ്. അപ്പോൾ ഈ ഡംപ് നമ്മൾ എക്സിറ്റ് ചെയ്തു. അത് കുറച്ചും കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിയിൽ 555 വരെയുള്ള റൈഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ പോയി കഴിഞ്ഞാൽ 555 ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് 2 ലോട്ട് ഇട്ട് സി ആവറേജ് ചെയ്താൽ മതി. നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് ഓൾറെഡി
പിന്ന് കിട്ടും. അപ്പോൾ താഴത്തുനിന്ന് എടുത്ത് ലോക്ക് ചെയ്ത് 21 പോയിന്റിൽ ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 542, 549 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 555 നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഏരിയ. 545, 10 പോയിന്റ് കൂടെ ഉള്ളു. അപ്പോൾ നമ്മളെന്താ പിയിൽ അത് കിറ്റ് ചെയ്തു. കാരണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ ചെറിയ സ്ട്രൈക്കിൽ 10 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ വാല്യൂ കൂടിയ സ്ട്രൈക്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ അതിന് പകരം 35-40 പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് നമുക്ക് സി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഉപേക്ഷിച്ചാലും നമുക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല. നമുക്ക് മാക്സിമൈസ് പ്രോഫിറ്റ് പിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം RSI ഗ്രീനിലേക്ക് മുട്ടുന്നത് വരെ മാസീവായിട്ടുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് 555 ടച്ച് ചെയ്തിട്ടില്ലല്ലോ? ചെറിയൊരു വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. 549.55 പോയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. 5 പോയിൻറ്റിൻ്റെ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമില്ല. ഇവിടെ വൈറ്റ് ഡോട്ടിൻ്റെ താഴെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ചിട്ട് റിവേഴ്സ് ആയിരിക്കണേ. ഒരൊറ്റ വിക്കും കൂടെ അടിച്ചു കഴിഞ്ഞാൽ 555 മാർക്കറ്റ് മുട്ടണം. അപ്പം 527 555 എന്നുള്ള ലെവല് ഈ സ്ട്രൈക്കിനെ സംബന്ധിച്ച് 2 പോയിന്റ് മുട്ടുന്ന ലെവലേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ 21 പോയിന്റ് താഴത്തു നിന്ന് ലോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ. 280 എടുത്തതാണ്, 380, 480, 545, 250 പോയിൻ്റാണ് ഇതിൽ റൈഡായിട്ട് നിൽക്കുന്നത്. $550 എന്നുള്ള ഭാഗത്തൊരു റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ വൈറ്റ് ലൈൻ മാറിയിട്ട് അവിടെ 550 എന്നുള്ള ഒരു റെസിസ്റ്റൻ്റ് ലെവൽ വന്ന് നിൽക്കുകയാണ്. 550 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 612 മൂവ് ചെയ്യണം. അപ്പം അത്രയും ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഇത് റെഡിലേക്ക് കയറുന്നത് വരെ മാത്രമാണ് ഒരു വിക്ക് മാർക്കറ്റ് അടിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം നിലവിലുള്ള 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ഇപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ എക്സിറ്റ് ചെയ്ത ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ഡയറക്ഷണൽ മൂവിങ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. അവിടെ ഒരു ബൈ ചെയ്യാം. അപ്പോൾ 248 ബൈ 201, അതായത് 40 പോയിൻ്റ് ആവറേജിങ് പ്രൈസിലേക്ക് ഡൗൺ ആയി. ഞാൻ അവിടെ ഒരു ബൈയും കൂടെ കൊടുത്തപ്പോൾ അത് 187 ലെവലിലേക്ക് ഫാളായി. അതായത് 248 നിന്നത് 187, ഏകദേശം 60 പോയിൻറ്റിൻ്റെ അടുത്ത് ആവറേജിങ്ങിൽ ഡൗണ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ അത്ര വലിയൊരു സുഖമുണ്ടെന്ന് തോന്നല്ല. കാരണം നേരത്തെ താഴത്തായിരുന്നു വിക്ക് ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൈ ലെവലിലാണ് മാർക്കറ്റ് വിക്ക് ക്രിയേറ്റ് ചെയ്യാതെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ 3 ലോട്ടിൽ നമുക്കിനി 187 എത്തുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് പ്രൈസ് നിൽക്കുന്നത്, ആവറേജിങ് ആണോ ലെവലിലാണോ എന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയണത് എവിടെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് വഴിയെ ആലോചിക്കാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയാലും ഓൾമോസ്റ്റ് പിയുടെ മൂവ്മെൻറ്റിന് ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തു വെച്ചു, അത് ലോസായി എന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ കാര്യമില്ല. അതിന് ഓപ്പോസിറ്റും കൂടെ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് വൈകിട്ട് പ്രോഫിറ്റബിളിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ RSI റെഡിലേക്ക് മുട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ 550 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ പിന്നെ തീരുമാനിക്കാവുന്നത് കംപ്ലീറ്റ് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ അതിനെ പേഴ്സണലി കാണുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് RSI ക്രോസ് ഓവർ റെഡിലേക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ
ഇവിടെ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ തൊട്ട് 225 ബ്രേക്ക് ചെയ്ത് നമ്മൾ 275 ഭാഗത്താണ് എടുത്തത്. ആ ക്രോസ് ഓവർ സെക്കൻഡ് ക്രോസ് ഓവറിൽ ഇത് റെഡിലേക്ക് മുട്ടുമ്പോൾ ഇറങ്ങിയാലും ഓൾമോസ്റ്റ് 380, 480, 530, 250 പോയിൻ്റ് ആക്ഷേപമില്ലാതെ കിട്ടുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് ശീലിക്കുന്ന ഒരു വ്യക്തിക്ക് മാസത്തിൽ 4 എണ്ണം 250 കിട്ടും. മൊത്തത്തിൽ ആവറേജ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്, പ്രോഫിറ്റബിളാണ്. മന്ത് എൻഡ് നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല ട്രേഡിങ്. നമുക്ക് ടെൻഷൻ കൂടുന്തോറും അനലൈസിങ് നമ്മൾ മറന്നുപോകും. അപ്പോൾ ഇത് ആവറേജിങ്ങിന് ഇട്ടിരിക്കുമ്പോൾ ആ സ്ക്രീനങ്ങ് മാറ്റിയിട്ടേക്കുക. നമ്മുടെ പിയിലെ മൂവ്മെൻറ്റ് മാക്സിമം അത് പോകുന്ന മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ 550 അല്ലെങ്കിൽ അവിടെ ബ്രേക്കൗട്ടിന് ഹൈ വോളി ആയിരിക്കും എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ അത് ഇന്നത്തെയോ ഇന്നലത്തെയോ വ്യൂ കണ്ട് പറയുന്നതല്ല. 3 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചാർട്ടിലുണ്ടാവുന്ന മൂവ്മെൻ്റാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടാർഗറ്റ് ലെവലൊക്കെ കറക്റ്റായിട്ട് മുട്ടുന്നതും നമ്മളെ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതും സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി 550, 547, 555 ഓൾറെഡി പിയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ലാഭം ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് റിജക്ഷൻ ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി 177 അപ്പോൾ 177 മുട്ടുമ്പോൾ റിജക്ഷൻ ആവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 4 ലോട്ട് അടുത്ത തേർഡ് ആവറേജ് ആയിട്ടുള്ള 1, 2 അടുത്ത ആവറേജിങ് 4 ലോട്ട് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അവിടെ ബൈ ചെയ്താൽ 187, 88 ലെവലിൽ നിന്ന നമ്മളുടെ ആവറേജിങ് പ്രൈസ് 170 വന്നിട്ടുണ്ട്. അതായത് 55 നിലവിൽ നിൽക്കുന്നത്. അത് 177 മുട്ടുമ്പോൾ ബ്രോക്കറേജ് കാശടക്കം നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഇടാൻ പറ്റണതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിൽ നമുക്ക് 4 ലോട്ട് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും 2 ലോട്ടായിരിക്കും ആവറേജ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് 6 ലോട്ട് എക്സിറ്റ് ചെയ്യാം. 6 ലോട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അവിടെ 6 ലോട്ടിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 1 ലോട്ടിൻ്റെ പരിപാടിയാണ് താഴത്തോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഏത് രീതിയിലായി എന്ന് നമുക്ക് നോക്കിക്കാണാം. ഇപ്പം തന്നെ 1800 സംതിങ് ആണ് ലോസ് നിൽക്കുന്നത്. അത് 170 മുട്ടുമ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ആവും. അത് 195 മുട്ടുമ്പോൾ എന്താവും, നമുക്ക് ഓൾമോസ്റ്റ് ചെറിയ പ്രോഫിറ്റ് ആവും. അപ്പോൾ മറ്റേതിൽ കിട്ടിയ മാക്സിമം പ്രോഫിറ്റും നമുക്കുണ്ട്. ഇപ്പുറത്തത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയത് കൊണ്ട് എന്തായി, നമുക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 177 മുട്ടുമ്പോൾ നമുക്ക് എന്താക്കാം, 6 ലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതൊരു സേഫ് മെത്തേഡാണ്. കാരണം ഓൾമോസ്റ്റ് പിയിൽ നല്ല പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ ഇപ്പുറത്ത് 176 മുട്ടുമ്പോൾ നമുക്ക് 6 ലോട്ട് ഓൾമോസ്റ്റ് എക്സിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 ലോട്ട് സ്വസ്ഥമായിട്ട് 227 വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സിയിൽ നമ്മൾ ആവറേജിങ്ങിൽ ഇടുമ്പോഴും നമ്മൾ പിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് നോക്കണം. അല്ലാതെ ഇത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ബിക്കോസ് അതിൽ 2 ഗുണങ്ങളാണ്. അതായത് സിയിൽ നമ്മൾ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് ആവറേജിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേതെന്താ ചെയ്യണേ, മറ്റേത് ബൈ ചെയ്യുമ്പോൾ രണ്ടും ഹെഡ്ജായിട്ട് നിൽക്കുകയാണ്. അതായത് ഇവിടെ ലോസ് വരുമ്പോൾ, അതായത് നിലവിലുള്ള ഇപ്പോൾ ഒരു 1500 ലോസ് ആണെങ്കിൽ 1500 ലോസ് സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. അതായത് സിയിൽ താഴത്തോട്ട് വരുമ്പോൾ പിയിൽ നമ്മളൊരു 100 പോയിൻ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് സി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും പിയിലെ പോയിൻ്റ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആവറേജിങ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-12 ലോട്ട് എടുക്കാനുള്ള, നമ്മൾ 3 ആവറേജിങ് ആണ് മാക്സിമം ചെയ്യാറുള്ളത്. അപ്പോൾ ആ ലെവലിലുള്ള ലോട്ട് എടുക്കാനുള്ള ഫണ്ട് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ബുദ്ധിപൂർവമായിട്ട് ആവറേജ് ചെയ്ത് വലിയ മാസീവ് പ്രോഫിറ്റ് ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ 773 നമുക്ക് കൊടുത്താലും ഒരുവിധ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആവറേജ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, ആവറേജ് ചെയ്യുന്ന പൊസിഷൻസിന് പ്രാധാന്യമുണ്ട്.
അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് രാവിലെ തൊട്ട് പ്രോഫിറ്റബിൾ ആണ്. ആ പ്രോഫിറ്റ് എടുത്ത് മിണ്ടാണ്ടൊരു മൂലക്ക് മാറിയിരുന്നാൽ മതി. എന്തിനാണ് ഇങ്ങനെ ലൈവിൽ വീഡിയോ ചെയ്ത് കാണിക്കണമെന്ന് വെച്ചാൽ, തിയറി പറയാനായിട്ട് എല്ലാവർക്കും പറ്റും, പക്ഷേ പ്രാക്ടിക്കൽ അപ്രോച്ച് ചെയ്ത് കാണിക്കാനായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് കാണിക്കുന്ന മുഴുവൻ ലോസ് വന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാണുന്നത്. അതിന് നമുക്ക് പേടിയില്ലാണ്ട് എടുക്കണം. പേടിയില്ലാതെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് ടെൻഷൻ ഇല്ലാതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ട്രേഡ് എടുക്കാനുള്ള മെൻറ്റാലിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നൊരു ജോലി, അല്ലെങ്കിൽ എക്സ്പെർട്ടായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തൊരു ജോലി ചെയ്യുന്ന അതേ മെൻറ്റാലിറ്റിയോട് കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവറേജിങ് സിസ്റ്റത്തിൻ്റെ ലൈവും ഓൾറെഡി നടക്കുന്നുണ്ട്. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി പിയിൽ മാസീവ് പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ സിയിൽ നമ്മൾ ലോട്ടിൻ്റെ അളവ് കയറും തോറും കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടിൽ അത് 227 അല്ലെങ്കിൽ 195 ആ ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ ഇതിൽ നിന്നും കുറേ കിട്ടും എന്നുള്ളൊരു ഗ്രീഡി മൈൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിൽ തൃപ്തിയാവാനായിട്ടുള്ളൊരു മനസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവറേജിങ് പ്രൈസ് 170 നമ്മൾ ലൈൻ വരച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ലെവലിൽ ലൈൻ വരച്ചാലും അത് പക്ക റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 175.36 നിലവിലുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 175 നമുക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത് 193, 197 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 175 റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ ലോട്ടിൽ 21 പോയിൻ്റ് എടുക്കുന്ന മൂവ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളുടെ മാർക്കറ്റ് SMA ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 191 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിൽ നമുക്ക് എത്ര എണ്ണം എക്സിറ്റ് ചെയ്യണം? നമുക്കൊരു 6 എണ്ണം നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, 6 എണ്ണം നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരെണ്ണം അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, നമുക്കതും എക്സിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ചിങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഓവർ ഗ്രീഡി ആയിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ യാതൊരുവിധ കാര്യങ്ങളില്ല. ഈ മാർക്കറ്റ് ഇനി അടുത്തത് ടച്ച് ചെയ്യാനുള്ള 230 ആണെന്ന് എനിക്കറിയാം. 230 വരെ മാർക്കറ്റ് പോകാനുണ്ടെന്നറിയാം. പക്ഷെ നമ്മളങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് മാർക്കറ്റിൻ്റെ പുറകെ നമ്മളങ്ങനെ പോയി ശരീരം ചമ്പാക്കേണ്ട ആവശ്യമില്ല. കാരണം PE 362 റീച്ച് ചെയ്തതായിട്ടും നമുക്കറിയാം. അപ്പോൾ എനിവേ, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ വ്യൂ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഈ ചാർട്ട് പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർ എങ്ങനെ വീണാലും 4 കാലിലായിരിക്കണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തൊരു സ്ട്രോങ് പ്ലാൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മൂവ് അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ വെറുതെ ഒരു എൻട്രി എടുത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പേടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ പേടിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ടുള്ള വഴിയും തെളിയും, നമുക്കതിലൂടെ പോകാനും പറ്റും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണെങ്കിൽ നമുക്കെന്താ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും. അതായത് തഥാസ്തു, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണോ ചിന്തിക്കുന്നത്
അത് തന്നെയായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു സ്ട്രോങ് ആയിട്ട് ഇത് ഞാൻ റിക്കവർ ചെയ്തെടുക്കും, ഇന്ന സ്ഥലത്ത് ഇടങ്ങും എന്നൊരു ഇതുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുകയും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനും നമ്മുടെ മനസ്സിൽ പറ്റും. അതാണ് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സിയിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, പിയിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിച്ചു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.